ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സ്ത്രീകളിലെ സ്ഥാനാർബുദത്തെ ആസ്പദമാക്കി ഏകദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കേരള സംസ്ഥാന ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയുടെയും കാസർഗോഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട്ട് സ്ത്രീകളിലെ സ്ഥാനാർബുദത്തെ ആസ്പദമാക്കി ഏകദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. അർബുദ രോഗങ്ങളിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സ്ഥാനാർബുദമാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ സ്ത്രീജനങ്ങൾ തയ്യാറാകണമെന്നും ഇതിനാവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുവേണ്ടി കാസർഗോഡ് ജില്ലയിലെ 20ഓളം ഗൈനക്കോളജിക്കൽ ക്ലിനിക്കുകളിൽ സൗജന്യ സ്ഥാനപരിശോധനയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അസോസിയേഷൻ പ്രവർത്തകർ വ്യക്തമാക്കി. ഇതറിയിക്കുന്നതിനു വേണ്ടിയാണ് ആരോഗ്യ പ്രവർത്തകരെയും നഴ്സുമാരെയും ആശാപ്രവർത്തകരെയും കുടുംബശ്രീ പ്രവർത്തകരെയും മുൻനിർത്തി പ്രത്യേക അവയർനെസ് ക്യാമ്പയിന് വേദിയൊരുക്കിയത്. ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല ഒരു സാമൂഹിക സേവനമാണ് ചെയ്യുന്നത്. എല്ലാവരും ഫസ്റ്റ് മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്, രണ്ട് ഫാദേഴ്സേ എത്തിയിട്ടുള്ളൂ. ഏതായാലും ഫസ്റ്റ് മദർ കൺസെപ്റ്റ് നമ്മൾ ഉഷാമേനോൻ ഡോക്ടർ നല്ലൊരു കൺസെപ്റ്റാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കൺസെപ്റ്റാണ്. ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ബാക്ക് ടു ഫാമിലി എന്ന രീതിയിലേക്ക് ഒരു പ്രോജക്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത്. ഹാപ്പി വിമൺ, ഹെൽത്തി ഫാമിലി ആൻഡ് വെൽത്തി സൊസൈറ്റി, അതാണ് അതിന്റെ ക്യാപ്ഷൻ. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ അടുത്തൊന്നും നമ്മുടെ കാസർഗോഡേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 8-ാം തീയതി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട്, 11-ാം തീയതി ആരോഗ്യമന്ത്രി ടെന്റേറ്റീവായിട്ട് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ചടങ്ങിൽ KFOG പ്രസിഡന്റ് ഡോക്ടർ സുചിത്ര സുധീർ അധ്യക്ഷയായി. സെക്രട്ടറി ഡോക്ടർ സുഭാഷ് മാലിയ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ മിനി ബാലകൃഷ്ണൻ, KUGS പ്രസിഡന്റ് ഡോക്ടർ വിദ്യാ നമ്പ്യാർ, സെക്രട്ടറി ഡോക്ടർ നീരജ നമ്പ്യാർ, ബ്രസ്റ്റ് ക്യാൻസർ കോർഡിനേറ്റർ ഡോക്ടർ ഉഷാമേനോൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഫ്ളാഷ് മോബും അവതരിപ്പിച്ചു. സ്ത്രീകൾ സ്വയം സ്ഥാനപരിശോധന എളുപ്പത്തിൽ നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന മലയാളത്തിലും കന്നഡയിലും തയ്യാറാക്കിയ ലഘുലേഖകളും വിതരണം ചെയ്തു. തുടർന്ന് കിംസ് ആശുപത്രിയിലെയും വീനസ് ക്ലിനിക്കിലെയും ജീവനക്കാർ സ്ഥാനാർബുദത്തെ ആസ്പദമാക്കി ലഘുനാടകവും അവതരിപ്പിച്ചു. ടോർച്ച് ലൈറ്റിംഗ് സെറിമണിയിലൂടെയാണ് ബോധവൽക്കരണ പരിപാടി പ്രതീകാത്മകമായി ലോഞ്ച് ചെയ്തത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ടോർച്ച് ലൈറ്റിംഗ് സെറിമണി വിപുലമായി തന്നെ നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.